നമസ്കാരം. അർത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ വേറൊരു എഡ്യൂക്കേഷൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അർത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഒരു ഡെഡിക്കേറ്റഡ് കമ്പനി സെക്രട്ടറി കോച്ചിങ് സെൻ്ററാണ് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്താണുള്ളത്. നമ്മളൊരു CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിനും CS എക്സിക്യൂട്ടീവിനും CS പ്രൊഫഷണലിനും പേഴ്സണലൈസ്ഡ് കോച്ചിങ് കൊടുക്കുന്നു. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മൾ പേഴ്സണലൈസ്ഡ് കോച്ചിങ് കൊടുക്കുന്നുണ്ട്. ഓൺലൈനിൽ പേഴ്സണലൈസ്ഡ് കോച്ചിങ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണിത്. ഓൺലൈനിൽ വേറെ ആരും ചെയ്യാത്തൊരു കാര്യമാണ്. നമ്മൾ സാധാരണ ഒരു ഗ്രൂപ്പ് ഒന്നുമില്ലാതെ ഒരു സ്റ്റുഡൻറ്റിനെ പേഴ്സണലൈസ്ഡ് കോച്ചിങ്, ആ കുട്ടിയുടെ സംശയങ്ങൾ നേരിട്ട് അതിനുവേണ്ടി നമ്മൾ 30 കുട്ടികളെയാണ് ഒരു ബാച്ചിൽ ലിമിറ്റ് ചെയ്തിട്ടുള്ളത്. സൗത്ത് ഇന്ത്യയിൽ തന്നെ കമ്പനി സെക്രട്ടറി ഡെഡിക്കേറ്റഡ് കോച്ചിങ് സെൻ്ററാണ് അർത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്. നമ്മളോട് വേറെ ഒരു കോഴ്സും ചെയ്യുന്നില്ല. ഇന്നത്തെ ഈ വീഡിയോ ഞാൻ എന്തിനാണ് ചെയ്യുന്നത്? എന്താണ് ഇന്നത്തെ സബ്ജക്റ്റ്? ഞാൻ പെട്ടെന്ന് എനിക്ക് ഇന്ന് ഈ വീഡിയോ കുറച്ച് ദിവസമായിട്ട് ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് വീഡിയോസിൽ. എന്താ കാരണം എന്ന് വെച്ചാൽ കുട്ടികളുടെ എക്സാം നടക്കുന്നുണ്ടായിരുന്നു, പുതിയ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ നമ്മൾ കുറേയധികം കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ബാക്ക് എൻഡ് വർക്ക് കുറേയധികം ചെയ്യാനുണ്ട്. അപ്പോൾ അതിനിടയിൽ എനിക്ക് വീഡിയോ ചെയ്യണമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ സാധിച്ചത്. പക്ഷേ ഇന്ന് എനിക്ക് വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാരാലിമ്പിക്സ് നടക്കുന്നുണ്ട്. നമ്മൾ ഒളിമ്പിക്സ് കഴിഞ്ഞു, ഇപ്പോൾ ഒളിമ്പിക്സ് അല്ലെങ്കിൽ പാരാലിമ്പിക്സ് എന്നാണ് നമ്മൾ പറയുന്നത്. പാരാലിമ്പിക്സ് നടക്കുന്നുണ്ട് ജപ്പാനിൽ. ഈ പാരാലിമ്പിക്സിൽ കുറേയധികം ആൾക്കാർ സ്വർണ്ണ മെഡലും സിൽവർ മെഡലും ബ്രോൺസ് മെഡലും ഒക്കെ ഇന്ത്യക്ക് നേടിക്കൊടുത്തു. അതിൽ ഓരോരുത്തരെ കുറിച്ച് ഞാനിങ്ങനെ വായിക്കുമ്പോൾ, അത് ഓരോരുത്തരും അവരെക്കുറിച്ചൊക്കെ വായിക്കുമ്പോൾ ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടു പോയി. പലപ്പോഴും ഞാൻ അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. ഇപ്പം ഞാൻ വീണ്ടും അത്ഭുതപ്പെട്ടു പോവാണ്. പിന്നെ അവരെ ഞാൻ വീണ്ടും അത്ഭുതപ്പെട്ടു. കാരണം ഗോൾഡ് മെഡൽ കിട്ടി തന്ന നമുക്ക് 2 കാലും ശേഷിയില്ലാത്തൊരു ലേഡി, ഒരു പെങ്ങളാണ് നമുക്ക് ഗോൾഡ് മെഡൽ നേടിത്തന്നത്. സോ ഐ വാസ് ജസ്റ്റ് തിങ്കിങ് അവർക്കൊക്കെ തോൽക്കാൻ ആയിരക്കണക്കിന് കാരണങ്ങളുണ്ട്. പക്ഷെ അവർ തോറ്റില്ല. അവർ തോൽക്കാൻ തയ്യാറായിരുന്നില്ല എന്ന് തന്നെയായിരുന്നു അതിൻ്റെ കാരണം. അവർ തോൽക്കാൻ തയ്യാറല്ല. തോൽക്കാൻ ആയിരക്കണക്കിന് കാരണങ്ങൾ, എന്നിട്ടും അവർ തോൽക്കാൻ തയ്യാറല്ലെങ്കിൽ നമ്മളിലേക്കൊന്ന് നോക്കൂ. ഞാൻ എന്നിലേക്ക് തന്നെ നോക്കുമ്പോൾ ഞാൻ പലപ്പോഴും എക്സ്ക്യൂസുകൾ പറഞ്ഞ് രക്ഷപ്പെടാറുണ്ട്. നമ്മൾ തോൽക്കാൻ ഒരു കാരണവുമില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് ദൈവം തരാവുന്നതെല്ലാം തന്നിട്ടുണ്ട്. എന്നിട്ടും ഇത് കാണുന്ന പലർക്കും സ്വയം മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. നമുക്ക് വിജയിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ നാലുപുറവും ഉണ്ടായിട്ടും പലരും പരാജയപ്പെടുന്നു. എന്തുകൊണ്ടാണത്? ഇതാണ് നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട കാര്യം. തോൽക്കാൻ ആയിരക്കണക്കിന് കാരണങ്ങൾ ഉണ്ടായിട്ടും അവർ പരാജയപ്പെടാത്ത സമയത്ത്, തോൽക്കാൻ ഒരു കാരണം പോലും ഇല്ലാത്ത നമ്മളെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് നമ്മൾ എന്തുകൊണ്ട് പരാജയപ്പെടുന്നു? നമ്മൾ പലപ്പോഴും പല കാരണങ്ങളിൽ നമ്മൾ എക്സ്ക്യൂസുകളാണ് പറയുന്നത്. സോ ആയിരക്കണക്കിന് എക്സ്ക്യൂസുകൾ ഞാൻ എൻ്റെ 33 വർഷത്തെ കരിയറിലെ എംപ്ലോയ്മെൻറ്റിലാവട്ടെ, ടീച്ചിങ്ങിലാവട്ടെ, ട്രെയിനിങ്ങിലാവട്ടെ ആയിരക്കണക്കിന് എക്സ്ക്യൂസുകൾ കേട്ടിട്ടുണ്ട്. ഞാൻ പലരെയും എക്സ്ക്യൂസുകൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. കാരണം പല എക്സ്ക്യൂസുകളും ഒരു ലോജിക്കും ഇല്ലാത്ത എക്സ്ക്യൂസുകളാണ്. യാതൊരുവിധ ലോജിക്കും ഇല്ലാത്ത എക്സ്ക്യൂസുകളാണ്. ഉദാഹരണം, ഇപ്പം ഞാൻ പഠിപ്പിക്കുന്നത് കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും, അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഏറ്റവും പ്രൊമനൻ്റ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ക്വാളിഫിക്കേഷനാണ്, ഒരു കോർപ്പറേറ്റ് ക്വാളിഫിക്കേഷനാണ്, ഒരു സ്റ്റാറ്റ്യൂട്ടറി ക്വാളിഫിക്കേഷനാണ്. ഇത് പഠിക്കാൻ പലരും വരാറുണ്ട്. ഹ്യൂമാനിറ്റീസ് പഠിച്ചവർ, സയൻസ് പഠിച്ചവർ, കോമേഴ്സ് പഠിച്ചവർ, +2 കഴിഞ്ഞവർ, BCom കഴിഞ്ഞവർ, MSc കഴിഞ്ഞവർ, MTech കഴിഞ്ഞവരൊക്കെ വരാറുണ്ട്. 54 55 വയസ്സുള്ള സ്റ്റുഡൻ്റ് എനിക്കുണ്ട്. പക്ഷെ ഇവരിൽ പലരും എന്നോട് പറയുന്ന ചില കാര്യങ്ങൾ, ചിലർ എന്നോട് പറയാറുണ്ട്, അവരുടെ എല്ലാം മനസ്സിലെ ഫിയർ ആണ് അവർ പറയുന്നത്. ചിലർ പറയാറുണ്ട്, സർ സയൻസ് പഠിച്ച ആളാണ്, എനിക്കിത് കറക്റ്റായിട്ട് മനസ്സിലാകുന്നില്ല, എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ല. ശരിയായിരിക്കാം. നമ്മുടെ ഫിയർ ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. എനിക്കിത് മനസ്സിലാകും, കാരണം നമ്മളിത് ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ഇത് ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു സയൻസോ ഹ്യൂമാനിറ്റീസോ കുട്ടീനെ കുറിച്ചാണ് ഞാനിത് പറയുന്നത്.
ഇത് നമ്മൾ ആദ്യമായിട്ടാണ് ഈ സബ്ജക്റ്റ് കാണുന്നത്. അപ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവണം. എക്സൈറ്റ്മെന്റ് എവിടുന്നാണ് ഉണ്ടാവുന്നത്? ഗോളിൽ നിന്നാണ്. നിങ്ങൾക്ക് യഥാർത്ഥമായ ഒരു ഗോൾ, ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ എക്സൈറ്റ്മെന്റ് ഓട്ടോമാറ്റിക്കായി ഉണ്ടാവും. നമ്മുടെ അടുത്ത ഒരു റിലേറ്റീവിൻ്റെ ഒരു കല്യാണം വരുമ്പോൾ നമുക്ക് ഒരു ഗുണമില്ലെങ്കിലും ധാരാളം പണം ചെലവാക്കേണ്ടി വന്നാൽ കൂടെ നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിട്ടില്ലേ? എന്നാ തുടങ്ങാം, എന്നാ പരിപാടി, ആ ഡ്രസ്സ് എടുക്കണം, ഈ ഡ്രസ്സ് എടുക്കണം, ഭക്ഷണം എന്താണ്, അവിടെ എന്താണ്. ഇതാണ് എക്സൈറ്റ്മെന്റ്. നിങ്ങൾ കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന കോഴ്സ് നിങ്ങളുടെ ലൈഫിനെ സെക്യൂർ ചെയ്യുന്ന ഒരു കോഴ്സ്. അതായത് നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല കോഴ്സുകളിൽ ഒന്നാണ്. ഒരു മാനേജ്മെന്റ് ക്വാളിഫിക്കേഷനാണ്. നിങ്ങൾ അൺഫോർച്ചുനേറ്റ്ലി സയൻസ് എടുത്തു എന്നതുകൊണ്ടോ ഹ്യൂമാനിറ്റീസ് എടുത്തതുകൊണ്ടോ നിങ്ങൾ കമ്പനി സെക്രട്ടറി ആവരുതെന്ന് ICSI പറഞ്ഞിട്ടില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ സയൻസോ ഹ്യൂമാനിറ്റീസോ എടുത്തിട്ടുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ സക്സീഡ് ചെയ്യുന്നത്. കാരണം അവർക്കിത് പുതിയ സബ്ജക്റ്റാണ്. അവർക്ക് യാതൊരുവിധ ഓവർ കോൺഫിഡൻസ് ഫാക്ടറും വർക്ക് ചെയ്യില്ല. ഇവിടെ പ്രോബ്ലം ഉണ്ടാക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഗോളിൽ നമ്മൾ ഫിക്സ്ഡ് അല്ല. ചെറിയ പ്രശ്നങ്ങളെയൊക്കെ നമ്മൾ തരണം ചെയ്യാൻ പറ്റണം. ഇത് ആലോചിച്ച് നോക്കൂ. 2 കാലുമില്ലാത്ത ഒരു ലേഡി നമ്മൾക്ക് വേണ്ടി ടോക്കിയോയിൽ പോയി ഷൂട്ടിംഗ് ചെയ്ത് സ്വർണം വാങ്ങി നമുക്ക് തരുമ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും നമ്മളിത് പഠിക്കാതെ ഇരിക്കാനുള്ള ഒരു എക്സ്ക്യൂസ് കണ്ടുപിടിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഒരു 2-3 മണിക്കൂർ എക്സ്ട്രാ പഠിച്ചാൽ മനസ്സിലാവാത്തത് എന്താ ഉള്ളത്? നമ്മൾ 4ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ കണക്ക് പഠിക്കുമ്പോൾ നമുക്ക് കണക്കറിയായിരുന്നോ? ഇല്ലല്ലോ. 4ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ നമ്മൾ സയൻസ് പഠിക്കുമ്പോൾ നമുക്കറിയാമായിരുന്നോ സയൻസ് എന്താണെന്ന്? ഇല്ലല്ലോ. നമ്മൾ പഠിച്ചതല്ലേ. അപ്പോൾ പഠിക്കാത്ത ഒരു കാര്യം മനസ്സിലാക്കുന്നതിലല്ലേ എക്സൈറ്റ്മെന്റ് ഉണ്ടാവുക. അത് നിങ്ങൾ പഠിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു ക്വാളിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിലോ. Life is a challenge. We need to face it. We need to overcome our fears. നമ്മുടെ ഫിയറുകൾ നമ്മൾ ഓവർകം ചെയ്യണം. നമ്മൾ ഈ ഫിയറുകൾ നമ്മുടെ മനസ്സിനുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും വിജയിക്കാൻ പറ്റില്ല. അത് ഏത് ഏരിയ ആവട്ടെ. നിങ്ങൾ ഇവിടെ നിന്ന് കമ്പനി സെക്രട്ടറി അല്ലാണ്ട് വേറെ ഒരു ക്വാളിഫിക്കേഷൻ പഠിക്കാൻ പോകണം, അവിടെയും യു ആർ ഗോയിങ് ടു ഫേസ് പ്രോബ്ലംസ്. കമ്പനി സെക്രട്ടറി ക്വാളിഫിക്കേഷൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ദാൻ 60,000 പീപ്പിൾ ആർ ക്വാളിഫൈഡ്. 60,000-ൽ താഴെ പേരാണ് ഇന്ന് ഇന്ത്യയിലുള്ളത് കമ്പനി സെക്രട്ടറി ആയിട്ട്. ഹ്യൂജ് നമ്പർ ഓഫ് വേക്കൻസീസ് ഉണ്ട്, ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് നിങ്ങൾക്ക് ലൈഫിൽ. ഇന്ത്യക്ക് പുറത്തും പഠിക്കാൻ, ജോലി ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം. യു ഹാവ് ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. ഈ ക്വാളിഫിക്കേഷനെ UGC PG ആയിട്ട് അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു. എക്സ്ക്യൂസ് നമ്പർ 1, കട്ട് ഇറ്റ്. പഠിക്കാൻ പറ്റാത്തതായിട്ടും ഒന്നുമില്ല. പഠിക്കണമെന്നെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ലൈഫിൽ ഒരു ഡ്രീം ഉണ്ടായിരിക്കണം. ആ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടി കുറച്ചൊക്കെ സ്ട്രഗിൾ ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. അങ്ങനെ പെട്ടെന്ന് പഠിക്കുന്നതാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് 10-15 ലക്ഷം കമ്പനി സെക്രട്ടറീസ് ഉണ്ടാവുമായിരുന്നില്ലേ? അത്രമാത്രം ആൾക്കാരില്ലല്ലോ. എന്തുകൊണ്ടാണ്? അത് കുറച്ച് ടഫായി ബുദ്ധിമുട്ടുള്ള വഴികളിൽ കൂടെ പോകുമ്പോഴാണ് അല്ലേ നമുക്ക് ഏറ്റവും നല്ല ഫ്രൂട്ട് കിട്ടുന്നത്. ലോകത്തിലെ ഏറ്റവും നല്ല ഫ്രൂട്ട്സിനൊക്കെ അതിന് പുറത്ത് മുള്ളുകളുണ്ട്. ആ മുള്ള് പൊളിച്ച് ഉള്ളിൽ കിടക്കുമ്പോഴാണ് അല്ലേ നമുക്ക്. ഉദാഹരണം, നമ്മുടെ നല്ല ചക്ക തന്നെ എടുത്തു നോക്കൂ. എന്തോരം അതിലെ ഗമ്മും അതിൻ്റെ ഔട്ടർ ലെയറും എന്തോരം ബുദ്ധിമുട്ട് നമുക്ക് തരുന്നു ആ ചക്കയുടെ ചുള നമുക്ക് കിട്ടാൻ വേണ്ടി. ബട്ട് സ്റ്റിൽ ഇഫ് യു ഈറ്റ് that is really beautiful. See, you need to work on that. രണ്ടാമത് എന്നോട് പറയുന്നൊരു എക്സ്ക്യൂസ് ആണ്, സർ ചെലവ് ഭയങ്കര കൂടുതലാണ്, ഞാൻ ഭയങ്കര പുവർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. ഞാൻ ഒരിക്കലും അതിനെ എതിർക്കുന്നില്ല. പുവർ ബാക്ക്ഗ്രൗണ്ട്, ഇറ്റ്സ് ഓക്കെ. പക്ഷേ നിങ്ങൾ ഈ എക്സ്ക്യൂസ് എത്ര കാലം പറയും? ഇതിനെ നിങ്ങൾക്ക് ഓവർകം ചെയ്യണം. ഒരു മിനിമം കോസ്റ്റ് നിങ്ങൾക്ക് ഒരു കോഴ്സിന് വേണ്ടി ചെലവാക്കാനുള്ള വഴി നിങ്ങൾ കണ്ടെത്തണം. ഇന്ന് കുട്ടികൾക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റികളുണ്ട്, വഴികൾ കണ്ടെത്താൻ. എന്നോട് പലരും പറയാറുണ്ട്, ഇന്ത്യയിലെ ഏറ്റവും കുറവ് ഫീസ് വാങ്ങുന്ന ആളാണ് ഞാൻ.
CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിന് ഇന്ന് ഇന്ത്യയിലെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലെ ഏറ്റവും കുറവ് ഫീസ് വാങ്ങുന്ന ആൾ ഞാനാണ്. എന്നിട്ടും പലരും പറയും സാർ എനിക്ക് പൈസയില്ല, ഞാൻ അതുകൊണ്ട് എന്താ ചെയ്യാന്നറിയില്ല സാർ. വേർ ആർ യു ഹെഡിങ്? എവിടേക്കാണ് നിങ്ങൾ പോണത്? പരാജയപ്പെടാനോ? നിങ്ങൾ നിങ്ങളുടെ പാരൻസിന് കോൺഫിഡൻറ്റ് കൊടുക്കാൻ തയ്യാറാവണം, അല്ലെങ്കിൽ കോൺഫിഡൻസ് കൊടുക്കണം അവർക്ക്. നിങ്ങൾക്ക് ഇതൊരു ഡ്രീം ആണെന്നും ഇത് അച്ചീവ് ചെയ്ത് നിങ്ങൾ വളരെ വലിയൊരു ലെവലിൽ എത്തുന്നു, അവരുടെ ബുദ്ധിമുട്ടുകൾ അവസാനിക്കുമെന്ന് നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകുന്നത്. ഞാൻ ചോദിക്കട്ടെ, നാളെ ഒരു ആശുപത്രി ചെലവ് വരികയോ ഒരു കല്യാണം വരികയോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫണ്ട് കണ്ടെത്തില്ലേ? ഒരു മാസം ചെറിയ ചെറിയ എമൗണ്ട് നമ്മൾ മാറ്റി വെച്ചാൽ നമ്മുടെ ലൈഫ് സെക്യൂർ ആക്കാൻ. ഇന്ന് ഇന്ത്യയിൽ നിങ്ങൾ പഠിക്കുന്ന ഏത് കോഴ്സിനും, ഏത് മാനേജ്മെന്റ് ഒരു കോർപ്പറേറ്റ് ക്വാളിഫിക്കേഷന്റെയും ഏറ്റവും കുറഞ്ഞ ചെലവിൽ പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് കമ്പനി സെക്രട്ടറിയാണ്. ഒരു ലീഡിംഗ് കോളേജിലും MBA എടുക്കുന്നതിന് 12 ലക്ഷം 15 ലക്ഷം രൂപ ചെലവാക്കുമ്പോൾ ഒരു ലെസ് ദാൻ 2 lakh rupees സുഖമായിട്ട് നിങ്ങൾക്ക് ഈ കോഴ്സ് പാസ്സാക്കാൻ പറ്റും. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ ആ ഒരു പെയിൻ നിങ്ങൾ എടുത്തേ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ സാധനം വേണം താനും, അങ്ങോട്ട് പോകാനും പറ്റില്ല, അതിന്റെ വിലയും കൊടുക്കാൻ പറ്റില്ല പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? നോ, ദാറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് എക്സ്ക്യൂസ് ഐ യൂസ് ടു ഹിയർ. That is the second excuse I used to hear. We need to overcome this excuse. ഇത് ഓവർകം ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് എടുക്കാൻ പോകുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. എനിക്കത് അറിയാനിട്ടല്ല, ഞാനും അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആൾ തന്നെ. പക്ഷെ അവരെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് 99.99% അച്ഛനും അമ്മയ്ക്കും ഞാൻ സംസാരിച്ചിട്ടുണ്ട് ആയിരക്കണക്കിന് അച്ഛനമ്മമാരോട്. അവർ ആ റിസ്ക് എടുക്കാൻ തയ്യാറാവും. പക്ഷെ അവരുടെ മനസ്സിലൊരു ഫിയർ ആണ്, ഇയാളെ കൊണ്ട് ഇത് സാധിക്കുമോ, ഇയാൾക്ക് അത്രമാത്രം പാഷൻ ഉണ്ടോ, നിങ്ങളുടെ മൊബൈൽ കളികൾ, നിങ്ങളുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ അവർ പറയുന്നത്, അയ്യോ എൻ്റെ അടുത്ത് ഇത്രയും പൈസ ഇല്ല പോലെ, നീ വേറെ വല്ല കോഴ്സും പഠിച്ചോ എന്നുള്ളത്. അല്ല, നിങ്ങൾ പരാജയപ്പെടണമെന്ന് വിചാരിച്ചിട്ടില്ല ലൈഫിൽ. അപ്പം നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് അവർക്ക് കൊടുക്കാൻ സാധിക്കണം. 3, ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്. ഇത് ഭയങ്കര ടഫ് കോഴ്സാണ് സാർ. അതായത് ഞാൻ കാണുന്ന എല്ലാവരും കമ്പനി സെക്രട്ടറി പരീക്ഷ എഴുതി തോറ്റുപോയവരോ, അല്ലെങ്കിൽ തോൽക്കുമെന്ന് ഉറപ്പുള്ളവരോ, അല്ലെങ്കിൽ ഇത് പഠിക്കല്ലേട്ടോ മോനെ നിങ്ങൾ തോറ്റുപോകും എന്ന് പറയുന്നവരോ ആണ്. ആവാം. കാരണം ഞാൻ വിശ്വസിക്കുന്നു ഈ കോഴ്സ് ഒരു ടഫ് കോഴ്സാണ്. കാരണം ഇതൊരു ടഫ് കോഴ്സ് ആയിരുന്നില്ലെങ്കിൽ ഇതിന് ഈ വാല്യൂ ഉണ്ടാവില്ല. നിങ്ങൾ അതാദ്യം മനസ്സിലാക്കൂ. എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരം എന്ന് പറയുന്നത് 2 feet അല്ലെങ്കിൽ 100 meters ആയിരുന്നെങ്കിൽ എവറസ്റ്റ് കൊടുമുടി കയറാൻ ഇത്ര സമയം എടുക്കുമായിരുന്നോ? ടെൻസിങ്ങിന്റെയും ഹിലാരിയുടെയും പേര് ഇങ്ങനെ വരുമായിരുന്നോ? ഇല്ലല്ലോ. അത് അത്രയും ഉയരമുള്ളതായിരുന്നിട്ടും അതിന്റെ മുകളിൽ കയറാൻ ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നിട്ടും അവിടെ അവർ എത്തിപ്പെട്ടു ആദ്യമായി എന്നുള്ളതല്ലേ അതിൻ്റെ ഒരു വിജയം. ഇവിടെ പ്രോബ്ലം നമ്മുടെ കയ്യിലാണുള്ളത്. നമ്മൾക്ക് ഇന്ത്യയിലെ ഏറ്റവും അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും നല്ല ക്വാളിഫിക്കേഷനും വേണം, എന്നാൽ നമുക്ക് വർക്ക് ചെയ്യാനും വയ്യ. ഹൗ ദാറ്റ് ഈസ് പോസിബിൾ? ദാറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. പരാജയപ്പെടുന്നവരുടെ കാരണങ്ങൾ നമ്മൾ നോക്കണം. പരാജയപ്പെടാനുള്ള കാരണം അതിൽ വൺ ഓഫ് ദ മെയിൻ റീസൺ ഈസ് ഒരു പ്രോപ്പർ സ്റ്റഡി ഇല്ലാഞ്ഞിട്ടാണ്. നിങ്ങൾ ചെലവ് മാത്രം നോക്കി ഒരു കോച്ചിങ് സെന്ററിനെ കണക്കിലെടുക്കുമ്പോൾ, ഒരു ചെലവ് മാത്രം നോക്കി ഒരു കോച്ചിങ് സെന്റർ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ, അത് ഏതുമാകട്ടെ, അതിലൊരു പ്രോബ്ലം ഉണ്ട്. കാരണം ചെലവ് കുറയ്ക്കുമ്പോൾ ക്വാളിറ്റി കുറയ്ക്കാതിരിക്കാൻ പറ്റില്ല. ചെലവ് കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ക്വാളിറ്റി കുറയ്ക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്കൊരു മിനിമം ചെലവെങ്കിലും കൊടുത്ത് നല്ല ഒരു സ്ഥലത്ത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു സ്ഥലത്ത്, പറ്റുമെങ്കിൽ കമ്പനി സെക്രട്ടറി കോഴ്സ് മാത്രം പഠിപ്പിക്കുന്ന സ്ഥലത്ത് വൃത്തിയായിട്ട് അവർ പറയുന്നത് പോലെ പഠിച്ചാൽ നിങ്ങൾ പാസ്സാവും. 1-2 അറ്റംപ്റ്റിൽ പാസ്സാവും. പക്ഷെ ഇവിടെ പ്രോബ്ലം എവിടെ കിടക്കണം? ഓവർ കോൺഫിഡൻസ് ഫാക്ടർ വർക്ക് ചെയ്യാണ്. രാജീവ് സാർ എന്താ ഇത്ര ചാർജ് ചെയ്യുന്നത്, മറ്റുള്ളവർ ഇത്രയല്ലേ ചാർജ് ചെയ്യുന്നുള്ളൂ, അവിടെ പഠിച്ചാൽ പോരെ. അവിടെ പഠിക്കാം. ബട്ട് ഇഫ് യു ആർ സ്റ്റിൽ കോൺഫിഡൻറ്റ്, യു അവിടെ പഠിച്ചോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷെ വാട്ട് ഐ എം ട്രൈങ് ടു ടെൽ ഈസ് ലൈക്ക് ടേക്ക് എ ഡിസിഷൻ ഫോർ യുവർ ലൈഫ്. നിങ്ങളെ കറക്റ്റായിട്ട് ആ ടോപ്പിക്ക് മുഴുവനും പഠിപ്പിക്കുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ പഠിക്കണം.
അങ്ങനെ പഠിച്ചാൽ ഈ തോൽവിക്കാര് എന്ന് പറയുന്ന ആൾക്കാരുടെ ആ പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഇതിൽ പലരും സെൽഫ് സ്റ്റഡി ചെയ്ത് തോറ്റവരാണ്. നിങ്ങൾക്കറിയാമോ, കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന കോഴ്സ് അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് പറയുന്ന കോഴ്സ് ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഈ പ്രൊഫഷണൽ കോഴ്സ് ഒരിക്കലും നിങ്ങൾക്ക് വീട്ടിലിരുന്ന് വായിച്ച് ബൈ ഹാർട്ട് പഠിച്ചാൽ പാസ്സാവില്ല. ഐ ആം ഷുവർ അബൌട്ട് ഇറ്റ്. അതിനൊരു പ്രാക്ടിക്കൽ അപ്രോച്ച് വേണം, പ്രാക്ടിക്കൽ ലേണിംഗ് വേണം. ലേൺ ഫ്രം ദ പീപ്പിൾ ഹു ഹാവ് ആൾറെഡി ഡിഡ് ഇറ്റ്. അവരിൽ നിന്ന് വേണം നിങ്ങൾ പഠിക്കാൻ. ഒരു കമ്പനി സെക്രട്ടറി കോഴ്സ് പഠിക്കേണ്ടത് ഒരു കമ്പനി സെക്രട്ടറിയിൽ നിന്നായിരിക്കണം. അയാൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതല്ലേ വേണ്ടത്, അങ്ങനെയല്ലേ പഠിക്കേണ്ടത്. സബ്ജക്റ്റ് ആർക്ക് വേണമെങ്കിൽ പറഞ്ഞു തരാൻ പറ്റും. സബ്ജക്റ്റ് മാത്രം മനസ്സിലായിട്ട് കാര്യമില്ല. അതെങ്ങനെയാണ് ഒരു കമ്പനിയിൽ ഉപയോഗപ്പെടുന്നതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇതാണ് മൂന്നാമത്തെ പ്രോബ്ലം. ആവറേജ് സ്റ്റുഡന്റ് കുറെ ആൾക്കാർ തോറ്റോട്ടെ. നമ്മൾ ആരും തോറ്റവരെ കണ്ടല്ല പഠിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ലോകത്ത് ഒരാളും വിജയിച്ചിട്ടുണ്ടാവില്ല. വിജയിച്ചവരെ കണ്ട് അവർ എന്തുകൊണ്ട് വിജയിച്ചു, എങ്ങനെ വിജയിച്ചു എന്നതിനെ കുറിച്ച് ചിന്തിക്കണം. പണമാകരുത് നിങ്ങളുടെ ബേസിസ് ഓഫ് തിങ്കിങ്. സി, ഇഫ് യു വാണ്ട് ടു അച്ചീവ് യുവർ ഡ്രീംസ്, ജീവിതത്തിൽ വളരെ വലിയൊരു അച്ചീവ്മെന്റ് 3 ലക്ഷമോ 4 ലക്ഷമോ 5 ലക്ഷമോ ഒക്കെ ശമ്പളം മാസം വാങ്ങുന്ന ഒരു എംപ്ലോയി ആയി മാറണം, നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയൊരു സ്റ്റാറ്റസിൽ എത്തണമെങ്കിൽ യു നീഡ് ടു പുട്ട് ഇറ്റ്. ഇത് അടുപ്പ് കൂട്ടാതെ ഭക്ഷണം പാകം ചെയ്യാനുള്ള ശ്രമത്തിലാണ് നമ്മൾ. ദാറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. മൂന്നാമത്തെ എക്സ്ക്യൂസ്, ബ്രേക്ക് ഇറ്റ്. നമ്മൾ പരാജയപ്പെടാൻ ആയിരക്കണക്കിന് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോവാണെങ്കിൽ അടുത്ത 4-5 മണിക്കൂർ ദിവസങ്ങളോളം പറയാനുള്ള കാരണങ്ങളാണ് എൻ്റെ കയ്യിൽ. പക്ഷേ ഈ 3 കാരണങ്ങൾ എനിക്കിത് പറയണമെന്ന് തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്. സി, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്തോ ആവട്ടെ, നിങ്ങളുടെ ഫിയറിനെ മാറ്റിവെക്കൂ, ഗോളിനെ ഫോക്കസ് ചെയ്യൂ. സി, ഫിയർ ആൾവേസ് വിൽ പുൾ യു ബാക്ക്. നിങ്ങൾ പിടിച്ചു വലിക്കും ഫിയർ. എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ഫിയർ ആണ്. പക്ഷെ ആ ഫിയറിനെ നിങ്ങളുടെ ഗോൾ ലക്ഷ്യം കൊണ്ട് നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് വിജയിക്കാം. പലരും കുറച്ചധികം ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ വിളിച്ചു പറയും, സാർ എനിക്കിത് പറ്റും തോന്നുന്നില്ല കേട്ടോ സാറേ, എന്നെ കൊണ്ട് ഇത് പറ്റില്ല സാർ. എനിക്ക് ചിരിയാണ് വരാറ്. പിന്നെ നിങ്ങൾക്ക് എന്താ പറ്റുക? നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് +2 കഴിഞ്ഞാൽ പിന്നെ 1ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞാൽ 1ാം ക്ലാസ്സിലെ ക്ലാസ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അല്ല. The next level you need to learn, and for that you need to put a lot of effort. ആ ഒരു ബുദ്ധിമുട്ടാൻ നിങ്ങൾ തയ്യാറല്ലാത്തടത്തോളം കാലം നിങ്ങൾക്ക് വിജയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ പറയുന്നു, ഗോൾ എന്ന് പറയുന്നത് സ്വപ്നമല്ല കേട്ടോ. സ്വപ്നത്തെ കുറിച്ചും ഗോളിനെ കുറിച്ചും ഞാൻ വേറൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ശ്രമിച്ചത്, യു ഡ്രൈവ് ഔട്ട് യുവർ ഫിയർ ഇഫ് യു ഹാവ് എ ഗോൾ. കമ്പനി സെക്രട്ടറി കോഴ്സ് ഒരു ബ്യൂട്ടിഫുൾ കോഴ്സാണ്. നിങ്ങളുടെ ലൈഫിനെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കോഴ്സാണിത്. ആ കോഴ്സിനെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് അറിയണം. ആണെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ കോഴ്സ് പഠിക്കാൻ ശ്രമിക്കാവൂ. കാരണം നിങ്ങൾ വിജയിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങളുടെ ഈ പറഞ്ഞ 3 കാരണങ്ങൾ നിങ്ങളെ ഒരിക്കലും പിന്നിലേക്ക് വലിക്കാതിരിക്കട്ടെ. നിങ്ങൾക്ക് അങ്ങനെ ഒരു വലിവ് വരുന്നു എന്ന് തോന്നുമ്പോൾ, നിങ്ങളുടെ ഫിയർ നിങ്ങളുടെ ഗോളിനെ ഡ്രൈവ് ഔട്ട് ചെയ്യുന്നു എന്ന് തോന്നുമ്പോൾ നിങ്ങൾക്ക് എന്നെ വിളിക്കാം, നിങ്ങൾക്ക് എന്നെ ഒരു വാട്സാപ്പ് ചെയ്യാം. അത് നിങ്ങൾ ആരായിരുന്നാലും, ഐ ആം ടെല്ലിങ് യു, നിങ്ങൾ ആരായിരുന്നാലും, നിങ്ങൾ എൻ്റെ സ്റ്റുഡൻ്റ് ആണോ അല്ലയോ, അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റുഡൻ്റ് ആണോ അല്ലയോ എന്ന് ഞാൻ നോക്കാറില്ല. ഫോർ മീ, എവറിബഡി ഹു ഇസ് ട്രൈങ് ടു അച്ചീവ് എ ബിഗ് ഡ്രീം ഈസ് എ ഗുഡ് പേഴ്സൺ, is my student. You can put up a message. I will definitely come back to you. 1-2 ദിവസം ലേറ്റ് ആയാലും I will definitely come back to you. So, be fearless. Be fearless. പേടിയില്ലാതെ ചുണക്കുട്ടികളായിട്ട് നമ്മുടെ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി മുന്നിലേക്ക് പോകാൻ തയ്യാറാവുക. കാരണം ഈ ലോകം വിജയിച്ചവരെ മാത്രം ഓർക്കുന്ന ലോകമാണ്. പരാജയപ്പെടുന്നവർക്ക് ഇവിടെ സ്ഥാനമില്ല. വിജയം അത് അനിവാര്യമാണ്. ഇന്ന് നിങ്ങൾ ഒരു ഫുൾ ഫോക്കസോടെ ശ്രമിക്കുകയാണെങ്കിൽ 2 അല്ലെങ്കിൽ 3 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ട്രെയിനിങ്ങിന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ലൈഫ് സെക്യൂർ ആവാൻ പറ്റും. മൈ ഫ്രണ്ട്സ്, പരസ്യങ്ങളിലല്ല ക്വാളിഫിക്കേഷൻസ് ഉള്ളത്. നമ്മൾ ആ ക്വാളിഫിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കുറച്ച് കാരിയർ ഗൈഡൻസ് കിട്ടുതരുന്ന ആൾക്കാരുമായി സംസാരിച്ച് ഒരു കോഴ്സ് സെലക്ട് ചെയ്യുക. ആൻഡ് ഇഫ് യു ഫീൽ ലൈക്ക് യു വാണ്ട് ടു
ഹാവ് മൈ സപ്പോർട്ട്, ഡെഫിനറ്റ്ലി യു ക്യാൻ വാട്സാപ്പ് മീ. എൻ്റെ നമ്പർ ഇവിടെ സ്ക്രോൾ ചെയ്യുന്നുണ്ട്. ഇത് എനിക്കിന്ന് പറയണമെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരേക്കും. താങ്ക് യു വെരി മച്ച്. വിഷ് യു ആൾ ദ വെരി ബെസ്റ്റ്.